ഹലോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കൾക്ക് ഡ്രസ്സും പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കൂടുതലും പോകുന്നത് പെരുമ്പാവൂർക്കാണ് കേട്ടോ. ആലുവയ്ക്കും പോവാം, പക്ഷേ എന്താണെന്നറിയില്ല, പെരുമ്പാവൂർക്ക് പോയി എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനമുള്ളൂ. ആലുവയിലേക്ക് പോകാത്ത എന്താണെന്നല്ല പലരും ചോദിക്കാറുണ്ട്. ആലുവയിൽ കുറേ ഷോപ്പ് ഉണ്ടല്ലോ, പക്ഷേ എന്താണെന്നറിയില്ല, പെരുമ്പാവൂർക്ക് തന്നെ പോയി എടുക്കണം. അതങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ആൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ അറിയൊന്നുമില്ല കേട്ടോ. പെൺകുട്ടികളായിരുന്നെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് അതിങ്ങനെ അതേ നോക്കി ഇങ്ങനെ എടുക്കും. ഞാനിങ്ങനെ അവിടെ പോയി നോക്കി നിൽക്കും. പിന്നെ ഞാൻ സാരിയാണ് കൊടുക്കുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഞാനെല്ലാം പിന്നെ കാണിച്ചു തരാം കേട്ടോ. എനിക്കൊരു ലോങ് ചെയിൻ വേണമായിരുന്നു. അങ്ങനെ എനിക്കൊരു ലോങ് ചെയിൻ ഞാൻ ഇവിടെ വന്ന് റെൻറ്റിനെടുത്തു. അത്യാവശ്യം കാശ് കുറവുണ്ട്, കളക്ഷനും ഉണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ചെരുപ്പ് നോക്കണമായിരുന്നു. സാരിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഹീലുള്ള ചെരുപ്പ് വേണമായിരുന്നു. എനിക്ക് ഹൈ ഹീൽ പറ്റില്ല, ബാക്ക് പെയിൻ ഉള്ളത് കാരണം, ഹൈ ഹീൽ പറ്റാത്ത കാരണം ഞാൻ ചെറിയ ഹീലുള്ളൊരു ചെരുപ്പ് നോക്കുന്നേ കാണത് പറ്റും. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരെണ്ണം കിട്ടി, ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ട് ഒരെണ്ണം കിട്ടി. പക്ഷെ എന്നാലും ഇങ്ങനെ കയ്യിൽ കിട്ടിയതെന്ന് വെച്ചിട്ട് ഇങ്ങനെ വേറെ നോക്കി നിൽക്കുന്നത് അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് എന്നിട്ട് ആ കൈ കിട്ടിയത് തന്നെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇതെല്ലാം ഞാൻ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. എനിക്ക് മഴയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ അധികം പോക്കില്ലെങ്കിലും എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് റോയൽ കയറിയിട്ട് അത് ആ മഞ്ഞ ടീഷർട്ട് ഇട്ട ആൾ വന്നപ്പോൾ കൂടെ വന്നപ്പോൾ തൊട്ട് തന്നെ ഷേക്ക് എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അത് കഴിച്ചുകൊണ്ടിരിക്കലേ അവരുടെ ഷേക്കും അങ്ങനെ വന്നു. സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ചായക്ക് വേണ്ടി നോക്കിയിരിക്കട്ടെ. ഷേക്ക് വന്നിട്ടും ഞങ്ങൾക്ക് ചായ കിട്ടാത്ത കാരണം ഒരാളവിടെ ഇങ്ങനെ കുടിക്കാണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ചായ വന്നപ്പം അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മളിതേ തിരിച്ചു പോവാണ്. പിന്നെ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയുള്ള അടിയിൽ പിണങ്ങിയിരിക്കുകയാണ് ബാക്കിലിരിക്കുന്ന ഇയാൾ. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.